ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കുമ്പോഴൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ബ്രെഡ് ഒന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബ്രെഡ് കുറച്ചും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പരത്താനും കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് അത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് ഒരു സവാള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഇവിടെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മൈദാപ്പൊടി ചേർക്കാൻ. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒരല്പസമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഈ പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പസമയം ഇളക്കി കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ക്രീമി പരുവായി വരും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് വേവിച്ച് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്തെടുത്തത് ഏകദേശം ഒരു 2 കപ്പുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡ് ഇപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ സ്റ്റീം ചെയ്തുകൊണ്ട് തന്നെ ബ്രെഡ് ഒട്ടും മുറിയാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മുടെ അളവ് കപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടി 4 സൈഡിൽ നമുക്കൊരു അല്പം മൈദ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒരു ബ്രെഡ് പീസും കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഫില്ലിംഗ് ഒന്നും ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനും ബ്രെഡും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.